ചാലക്കുടിയിൽ ജീവനക്കാരെ വന്ദിലാക്കിയ ബാങ്ക് കൊള്ളയടിച്ചു. 15 ലക്ഷം കവർന്നത് കേസ് കൗണ്ടർ അടച്ചു തുറന്നിട്ട ശേഷം. രണ്ടമ്മോ പൈസ എല്ലാവരും മോഷ്ടിക്കലെന്നെ എന്നായിട്ടടിപ്പത്തെ കാര്യം. കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MV അജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് AT രാമചന്ദ്രൻ അധ്യക്ഷനായി. എല്ലാവരും കട്ടിലെല്ലാം കൊടുക്കുന്നുണ്ടല്ല. ഉഷാറ് പഞ്ചായത്ത് പണിയൊന്നുമില്ല. എത്ര സമയമായി വന്നിരുന്നിട്ട് വായിക്കുന്നിങ്ങനെ? ഞാനിങ്ങനെ അല്ല, എത്ര സമയമായി? പേപ്പറിൽ എന്തെല്ലാം ഉണ്ട്? ആ കോമ്പസ് എടുത്ത് കുത്തിയാ പഠിക്കാൻ പോയ അത് എന്താ അതെല്ലാം ഉണ്ട്. കോമ്പസ് എടുത്ത് കുത്തിയിട്ട് ആ കുട്ടീനെ കൊല്ലാനാക്കിയിട്ടില്ലേ? നോക്കട്ടെ. ഞാൻ പറയാ ഇങ്ങനെയല്ല എന്നാ ചെയ്യാശ്വരാ എന്താ ഒരു ഇതായിട്ടിരുന്നു. അതിന് എനിക്ക് കണ്ണടി ഉണ്ടെങ്കിൽ കാണില്ല. കണ്ണട നോക്കട്ടെ. കണ്ണടിയില്ലാണ്ട് കാണില്ലേ? കണ്ണടി എടുത്തിട്ട് പിന്നെ കണ്ണടി അല്ലേ കണ്ണിന്റെ വേറെ കാണു. പിന്നെ നാന്ന് പിന്നെ ഏടിയ കണ്ണട മുഖത്ത് കാണുന്നതല്ല. ഒത്തുമുത്തായി പോയാ ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ എന്തോ ഓർമ്മയില്ലാന്ന്? കണ്ണട എന്നാ ഇങ്ങനെ ഗ്ലാസ് മാറ്റാനായി. അതെന്നെ പറഞ്ഞു ഗ്ലാസ് മാറ്റാനായി. കണ്ണട ഓർമ്മയില്ലേ? പിന്നെ ആ കുട്ടി ഡോക്ടർ വാങ്ങാൻ പഠിക്കാൻ പോയ കുട്ടിയാണ്. ഈശ്വര വിചാരിച്ചില്ല. ഞാൻ മിഞ്ഞാന്നെല്ലാം പോയി TV-ലെല്ലാം കാണിച്ചിട്ട് കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് ആ കുട്ടീനെ കാണുന്ന ആ കുട്ടീനെ നിലവിളി കേട്ടിട്ട് ഞാൻ പറയാം ഇങ്ങനെ കഷ്ടപ്പെട്ട് അന്നേരം വേഗം നമ്മളെ മക്കളൊന്നും നമ്മളെ അടുത്ത് നേടി പറഞ്ഞു വിടണ്ടാവും. പിന്നെ എന്താണ് ഉദ്യോഗം ഇല്ലേക്കും വേണ്ടിയില്ലാന്ന്. ഇന്നത്തെ കഷ്ടകാലം ഉണ്ടായിരുന്നു ചെയ്യാൻ പാടില്ല ആ കുട്ടീനെ. ഞാൻ പറയാം ഇതൊന്നും ഒരു മനുഷ്യനല്ലേ? ഒന്നുമില്ലാതെ ഇതില്ലാതെ കഴിവില്ലാതെ അവരാണ് പോലും. എന്നിട്ട് ആ കുട്ടിക്ക് എന്തോ സ്കോളർഷിപ്പിന് പരീക്ഷ എഴുതിയിട്ടാലും കിട്ടിയതാണ് പോലും. ഞാൻ പറയാം നമ്മളെല്ലാം പഠിക്കാതെ നമ്മളെ മക്കളങ്ങ് പഠിച്ചോട്ട് ഞാൻ ദൂരെ ബൈക്കെല്ലാം പറഞ്ഞേക്ക് ഇങ്ങനെയല്ലേ ഉള്ളത്. പിന്നെ ഒരു സമാധാനം ഉണ്ടാ വരുന്നവരെ സമാധാനം ഉണ്ട്. ഇങ്ങനത്തെ ഓരോ കുട്ടികളുണ്ടായി എന്ന് ചെയ്യാനാണ്. ഇനി അഥവാ നടപടി എടുത്തു ഇതിന്ന് അപ്പാടെ അതിന്റെ വലിയ ആളുണ്ടാവില്ല. എനിക്കേ ഇപ്പൊ ഗീഷ്മിയ അതാണ് ഓരോ കൊന്നിട്ട് നായിപ്പുണ്ടായിനി ഉണ്ടാകുന്നത്. ഇങ്ങനെ പോയി പിന്നെ അല്ലെങ്കിൽ എല്ലാം അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയുന്നില്ലേ ഒന്നും എല്ലാം തേച്ച് മാഞ്ഞപ്പാടതങ്ങ് കളയും. ഈ നമ്മള് സങ്കടപ്പെട്ടോളൂ മാത്രം. അത് കണ്ടിട്ട് എനക്ക് എന്തോ പറഞ്ഞിട്ട് എന്നാ വേണ്ടത്? എന്നാൽ ഇന്നത്തെ കുട്ടികളുണ്ടാവും. ഈ കുട്ടികൾ ഞാൻ പറയാം ഈ ചെയ്ത കുട്ടികൾ ഈ ഡോക്ടർ ഭാഗം പഠിച്ചു പോയിട്ട് ഈ കുട്ടികൾ മറ്റുള്ള ഇഞ്ചക്ഷൻ അടിച്ച് മറ്റുള്ള കൊല്ലുന്നില്ല. ഞാൻ മഴ പോയാലോ വേളത്തെങ്ങാനുള്ള വെച്ചിന് പോലും തൂങ്ങി വെച്ചിട്ടങ്ങനെ ആ ഭർത്താവ് വണ്ടി തട്ടിയിട്ട് വെച്ചിന്. ആലോചിച്ച് നോക്കിയാട്ടെ. എങ്ങനെ ഒരു ചെറിയ 2 വയസ്സത്തെ കുഞ്ഞാവൂല. ഞാനത് കേട്ടിട്ട് കരഞ്ഞ് പകുതിയായിരുന്നത് കേട്ടിട്ട്. ആ കുഞ്ഞിനാടി ഇട്ടിട്ട് ഓള് മരിക്കേണ്ട ആവശ്യമുണ്ടാ? എങ്ങനെ നോക്കിന്ന് ജീവിച്ചൂടെ? വെളത്തുനിന്ന് പേപ്പറിൽ ഇതെല്ലാം വീടിൻ്റെ അകത്ത് നോക്കിനാണ്. അല്ല ഓൻ മരിച്ചേനെ വണ്ടി തട്ടിട്ട് നാളത്തെ പേപ്പറിലുണ്ടാവും. നാളത്തെ ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് തൂങ്ങുക മരുന്ന് കുടിക്കുക. എന്നാൽ ഇതിന് ഞാനും രാവിലെ ഹോട്ടലിൽ ഇത് പുറത്തു നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞി ഒരു ചായ കുടിക്കാണ്ടല്ലേ പോയിനി. ഒരു കുടിക്കട്ടെ ഞാൻ കടയിൽ കയറ്റി ആ പെണ്ണുങ്ങളിങ്ങനെ വാവിട്ട് കഴിയുന്നു. ഞാൻ വെച്ചെന്നാന്ന് അവരെ ഭർത്താവ് അതിന്റെ തൊട്ടപ്പുറം ഞാൻ വെച്ചെന്തോ കലമ്പില്ല. ഈ വീട്ടിൽ നിന്ന് വന്നിട്ട് പീടികയിൽ വന്നിട്ട് കലമ്പേണ്ട ആവശ്യമില്ല വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നാന്ന്. അന്നേരം പറയും ഇതിന്റെ മോളെ നമ്മളെ വീട്ടിൽ അടിക്കുന്നത് അവളെ ഭർത്താവ് മരിച്ചിട്ട് ഇങ്ങനെയാണുള്ളത്. എന്നിട്ട് ഇപ്പൊ ഓണ് നോക്കുമ്പോഴത്തേക്കിന് ജോലിയുണ്ട് പോലും. ആ കുഞ്ഞിനെ ആരാ ഉള്ളത്? ആ അച്ഛനും അമ്മയും പ്രായമായതായിരിക്കൂലേ? ഓൻ മരിച്ചു. ഓൻ വണ്ടി തട്ടിട്ട് മരിച്ചു പോട്ടു സാറിലെന്തോ ആവട്ടെ. എന്നാലും ഇവൾക്ക് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ ഒരു വിവരവും ബുദ്ധിയും ഉള്ളതല്ലേ അതാലോചിച്ച് നോക്കിയാട്ടെ. ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ട് അതന്നെയല്ലേ പറയുന്നത്. അമ്മയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു തണലായി. ആ പെണ്ണുങ്ങളിങ്ങനെ കരയുമ്പോ എനക്ക് സങ്കടം വന്ന എനക്ക് വന്നല്ലോ പോലെയായിപ്പോയി കടന്നു. ഇനി പേപ്പറൊന്നും വായിക്കണ്ട. പേപ്പർ വായിച്ചാൽ ടെൻഷൻ അടിച്ചിട്ട് തന്നെ ആളിതാവും. ഇങ്ങനത്തെ ഓരോന്നല്ലേ കാണുന്നത്. നമ്മളെ മക്കളെല്ലാം ഇടുവാന്നുള്ളത് നമുക്ക് ഒരു സമാധാനക്കേടല്ലേ. പഠിപ്പിക്കാൻ എങ്ങനെ പറഞ്ഞു വിടുക? ഞാൻ ചായ കുടിക്കാൻ കരുതാന്ന്
ഇവരെ കരച്ചിലും കേട്ട് ഞാൻ ചായ കുടിക്കാണ്ടിങ്ങ് വന്നു. ചായ കുടിച്ചിട്ടില്ല. പേപ്പർ ഒന്നും വായിക്കുന്നില്ല. മതി. എന്തെന്നാണ് പേപ്പർ തുറന്നു നോക്കുമ്പോ ഇതല്ലേ കാണുന്നത്. ഇന്നലെ നോക്കിയാട്ടെ എത്ര എണ്ണാണ്. അത് ഈ പ്രായമുള്ളവരെല്ലാം വീട്ടിലെ മൂലക്കുണ്ട്. ചെറിയ ചെറിയവരെല്ലാം ഇങ്ങനെ പോകുന്നു. പ്രായമുള്ളവരെ മൂലക്കാക്കിയിട്ട് ഇങ്ങനെ എന്നാ പറയേണ്ടത്, അവർക്കാർക്കും വേണ്ടാന്ന് തോന്നുന്നു. ആ മതി, ഒരു പേപ്പർ പിന്നെ വായിക്കാം. പണി എന്തെല്ലാം ഉണ്ട് കിടക്കുന്നേ? പേപ്പർ വായിക്കാനൊന്നും അറിയുന്നില്ല. എനിക്ക് വലിയ ഷൈൻ ചെയ്യാൻ നിൽക്കും. എന്തെന്നായി വായിക്കാൻ അറിയാമൊന്നും അറിയില്ല. ഞാനെന്തെങ്കിലും പറയാനും അതിനും കൂട്ടി പറയുന്നതിനാണ് വേറെ എന്തെങ്കിലും വളരെ ഒന്നും അറിയില്ല. ഞാൻ വായിക്കുന്നതിന് അസൂയ ഉണ്ടാകുന്ന വേ നോക്ക് പേപ്പർ പിന്നെ വായിക്കാൻ അറിയില്ല. അടിച്ചു കാട്ടി വെച്ചു.